ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു മോർണിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം രാവിലെ എഴുന്നേറ്റു, കണ്ണിന് ആ ഒരു തടുപ്പുണ്ട്, നല്ലൊരു വേദനയുണ്ട്. എന്നിരുന്നാലും ഒരു 3-4 ദിവസമായി ജിമ്മിന് പോയിട്ട്, അപ്പം രാവിലെ ജിമ്മിന് പോകാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾക്ക് മൺഡേ ടു സാറ്റർഡേ വരെ ഉള്ളൂ ഞങ്ങൾക്ക് ജിമ്മ്, വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷേ സൺഡേ ദിവസം ഞങ്ങൾക്ക് സുംബ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഫസ്റ്റ് ഡേ ആയിട്ട് എന്താണ് ഒരു ആങ്സൈറ്റി. സോ പോകാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടത്തുവാണ്. അപ്പോൾ ഇടയ്ക്കൂടി കണ്ണിൻ്റെയൊക്കെ നോക്കുന്നുണ്ട്, എന്തോ ആയെന്നുള്ളത് അങ്ങ് തന്നെ കുത്തിപ്പൊട്ടിച്ച് കളയാൻ തോന്നും. പക്ഷെ എന്തോ വയ്യ, കണ്ണായത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല്ലൊക്കെ തേച്ചു. ഇനി ഞാൻ വേറെ മറ്റ് സംഭവങ്ങളൊന്നും ഞാൻ ഫേസിൽ യൂസ് ചെയ്തില്ല. ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യും. അതും എൻ്റെ അനിയത്തി ജയന്തി പറഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും ഫേസ് വാഷെങ്കിലും രാവിലെ ഉപയോഗിക്കുന്നത്. അല്ലാതെ എന്താണ്, ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും പിന്നെ ഒരു പൗഡറും ഇട്ട് ഞാനങ്ങ് ഇറങ്ങും. വേറെ ഒന്നും ഇടാറില്ല. ഞാൻ അത്ര എന്താ പറയുന്നത്, ഹെൽത്ത് കോൺഷ്യസ് അല്ല. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫോം ആയിട്ടുള്ള ഒരു നീമിൻ്റെ ഫേസ് വാഷാണ് അവൾ കൊണ്ടുവന്നതാണ്. അപ്പം എൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ടൈം, കാരണം 5 മണിക്ക് എണ്ണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഈ കലാവിരുതുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം 6 മണിയാകും. കണ്ടില്ലേ? അതിൻ്റെ ഇടയ്ക്കൂടെ ഇട്ടങ്ങ് പതപ്പിച്ചങ്ങ് ഒഴുകി. എനിക്കൊരു സംശയമുണ്ട്, ഇതിൻ്റെ പത എൻ്റെ കണ്ണിൽ വീണിട്ടാണോ ഈ കുരു വന്നേന്ന് എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും അപ്പോൾ ഇങ്ങനത്തുള്ള ചില സാധനങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ അലർജി ആയിരിക്കും. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടൊന്നും വന്നില്ല. നീമിൻ്റെ ആയതുകൊണ്ട് ആ ഒരു ഇത്. അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ഫേസ് ആയിരിക്കും ഇതങ്ങോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ ഒരു കാര്യവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. അപ്പം ഒരച്ചരച്ചങ്ങ് മുഖത്തിൻ്റെ വെളുപ്പ് തൊലി വരെ വെളുപ്പിക്കും ഞാൻ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ അങ്ങ് വെക്കും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കുറേ കോഷ്ടിയൊക്കെ കാണിച്ചിട്ടാണ് അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞിട്ട് 6 മണിയാകും ജിമ്മിന് പോകാൻ. താമസമാണ്. സോ അത് അടച്ച് കഴുകി അങ്ങ് വെച്ചു. എൻ്റെ ഒരു കുരുപ്പുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ പതപ്പിച്ചാൽ കളയും. സോ അവൾ കാണാതെ വേണം ഒരിടത്ത് വെക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്തു. ഓക്കേ, ഒരു ചെറിയ കയ്പ്പാണ് കേട്ടോ, വായിലോട്ടൊക്കെ ഇടയ്ക്കൊക്കെ പോവും. അങ്ങനെ കഴുകി അങ്ങ് കുളിക്കും ഞാൻ. ഇനി കുളിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം രാവിലെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് വരാം നമുക്ക്. ജിമ്മിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നോ. ഓക്കെ, അതിന് മുമ്പ് അതൊന്ന് ഒരു ടവലൊക്കെ എടുത്ത് അങ്ങോട്ട് തുടയ്ക്കണം. ഞാൻ ഇങ്ങനെയല്ല തുടയ്ക്കുന്നത്, അങ്ങ് വലിച്ചു വാരിയാണ് തുടയ്ക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വീഡിയോ കാണിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ തുടയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഫേസൊക്കെ ക്ലീനായി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്ലീൻ അപ്പം ജിമ്മിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരിച്ച് പൗഡർ വരിയിട്ട് വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ, ഒരു വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മുടി അങ്ങോട്ട് ചീകി കെട്ടിപ്പൊക്കി അങ്ങ് വെക്കാം. ഓക്കെ, അങ്ങനെ വെച്ചു. സിമ്പിളായി. നേരം വെളുത്തില്ല കേട്ടോ, 5 മണിക്ക് എഴുന്നേറ്റതുള്ളൂ. നല്ല കുറ്റാക്കൂരി ഇരുട്ട്. ഒറ്റയ്ക്ക് ഇനി വണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം അവിടെ നിന്ന് പിന്നെ കാറിൽ പോകാൻ. അപ്പം നമ്മുടെ ജിമ്മെന്ന് പറയുന്നത് ചെങ്ങന്നൂർ മുളക്കഴ കോട്ട, മുളക്കഴയിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പൊയ്കമുക്കിലാണ്. പക്ഷെ ഞങ്ങൾ സുംബ ക്ലാസ് എന്ന് പറയുന്നത് മെഴുവേലിയിലെ ജിം സെൻറ്ററിലാണ്. അപ്പം ആ വണ്ടി അവിടെ ഞങ്ങളെല്ലാരും കൂടി കുറേ വാൽമാക്രികളുണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ട് വാൽമാക്രിയുടെ കൂടെയാണ് എനിക്ക് എന്തിന്റെ കേട്, ആകെ ഒരു ഞായറാഴ്ച കിട്ടുന്ന ദിവസം ഏറ്റവും ഒരു വൈബാണ്. സോ ഞങ്ങൾ പിന്നെ കാറിലങ്ങ് മെഴുവേലി ജിമ്മിലെത്തി. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. സോ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുന്നത്, ഈ സുംബ ആണെങ്കിലും ഒരു ഡാൻസ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ടാണ് ആകെ ഒരു സൺഡേ ആണ് നമുക്ക് ഉറങ്ങാൻ കിട്ടുന്നതും പിന്നെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒറ്റ ദിവസമാണ്. വർക്ക് ഹോളിക്കായിട്ടുള്ള ആളുകൾക്ക് ആകെ കിട്ടുന്നൊരു ആശ്വാസമാണ് സൺഡേ. സോ ഞങ്ങളുടെ മെഴുവേലിയിലെ ജിം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാലും ഞങ്ങളുടെ ജിമ്മാണ് ഏറ്റവും ഫേവറേറ്റ് ജിം സെൻ്ററാണ്. സോ 2 ആൻറ്റിമാരാണെങ്കിൽ
ചുരിദാറും കുറിയും ഇട്ട് വന്നു. അമ്പലത്തിൽ പോകാൻ വന്നതാണോ എന്നറിയില്ല. ചേച്ചിമാരുടെയൊക്കെ ഫസ്റ്റ് ഡേ ആണ്. സോ നമ്മളും ഇതാണ് കാണുമല്ലോ, ഫസ്റ്റ് ഡേ നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ പോകുകയാണല്ലോ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളും ഒരു ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്പം ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂറായി. ഇതുവരെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് ആകെ ശോകം അടിച്ചു കേട്ടോ. അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നേരം അവിടുത്തെ എക്യുപ്മെൻറ്റ്സിലൊക്കെ കയറിയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജിമ്മിനെയും കാട്ടിയും നല്ല മെഷീൻസ് നമ്മുടെ മെഴുവേലിയിലുണ്ട് കേട്ടോ. ഇമ്പോർട്ടഡ് മെഷീൻസാണ് കൂടുതലും. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് വർക്കൗട്ട്സൊക്കെ കഴിഞ്ഞു, സുംബ ക്ലാസ് കഴിഞ്ഞു. ഇന്നൊന്ന് വിയർത്ത് കേട്ടോ. ഞങ്ങൾ മറ്റേ സ്ഥിരം വർക്കൗട്ട്സ് ചെയ്യുന്നതിനെയും കാട്ടി ഇന്ന് കുറച്ച് 2.5 hours വരെ ഉണ്ടായിരുന്നു സുംബ ക്ലാസ്. സോ അപ്പം നല്ല ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ സുംബ ക്ലാസ്സിലെ ബാക്കിയുള്ള അംഗങ്ങൾ. ഇത് ഞങ്ങളുടെ ചങ്ക്, നമ്മുടെ കോട്ടയിലെ ചങ്കുകളാണ് ഇവർ. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, എൻഗേജ്ഡ് ആയിരിക്കുമ്പം മറ്റുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. ഏറ്റവും കൂടുതലും പ്ലസൻ്റായിട്ട് നമുക്ക് ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം കടന്നു പോകാം. പിന്നെ ഞങ്ങളുടെ മെയിൻ ആൾക്കാർ അപ്പുറത്തെ വീട്ടിലെ കൊയ്യ് നുണയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ബാക്ക് ടു ഞങ്ങളുടെ സെൻറ്ററിലോട്ട് വന്നു. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പം ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഇടയ്ക്ക് തോന്നുമ്പോൾ ഒരു വീഡിയോ ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ വന്നിട്ട് കുളിച്ച് ഫ്രഷായി ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ തട്ടി. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു ഗൈസ്.